കഥയെ ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ വീട്ടിലുള്ള എല്ലാ ദൈവങ്ങളോടും എങ്ങനെയെങ്കിലും തന്റെ മകൻ ഈ 10ാം ക്ലാസ് പാസ്സാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരാണ് കഥാനായകൻ പ്രവീണിന്റെ അമ്മ. വളരെ നിഷ്കളങ്കിയായ ഒരമ്മ. അവരുടെ ലോകം വളരെ ചെറുതായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച അവർക്ക് തന്റെ ഭർത്താവും 5 വർഷം തപസ്സിരുന്ന് കിട്ടിയ ഏകമകനായ പ്രവീണും മാത്രമാണുള്ളത്. അന്ന് പ്രവീണിന്റെ 10ാം ക്ലാസ് റിസൾട്ട് വരികയായിരുന്നു. അതിനായി അവർ പൂജ ചെയ്ത് പൂജയ്ക്ക് ഉപയോഗിച്ച നാരങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ച് ഉറങ്ങിക്കിടക്കുന്ന തന്റെ മോനെ പോയി വിളിച്ചുണർത്തി. ഡാ പ്രവീണെ, എഴുന്നേക്ക്, നീ ഈ ജ്യൂസ് കുടിച്ചേ, അപ്പോഴേ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം നിനക്ക് കിട്ടൂ, നീ പബ്ലിക് എക്സാമിൽ പാസ്സാകും എന്നൊക്കെ ആ അമ്മ പറഞ്ഞു. പക്ഷെ പ്രവീണാകട്ടെ, അയ്യോ അമ്മേ, എന്നെ വിട്ടേ, ആ ജ്യൂസ് പോയി അച്ഛന് കൊടുക്ക് എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. ജ്യൂസ് വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് കരുതി അവർ നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അവർ ഉണ്ണികൃഷ്ണന് ജ്യൂസ് അങ്ങ് നൽകി. പക്ഷേ ഉണ്ണികൃഷ്ണനാകട്ടെ കുറച്ച് ഗർവമുള്ള കൂട്ടത്തിലാണ്. മോന് കൊടുത്തിട്ട് അവൻ കുടിക്കാത്ത ജ്യൂസ് തനിക്ക് തന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് അവന് കൊടുത്ത ജ്യൂസ് അല്ലേ, വേസ്റ്റ് ആയി പോകുന്നുള്ളത് കൊണ്ട് എനിക്ക് കൊണ്ടുവന്നു തരുന്നു. അവനാ ഈ വീട്ടിലെ വേസ്റ്റ്. അവൻ കുടിക്കാതെ വിട്ട ജ്യൂസൊന്നും ഞാൻ കുടിക്കില്ല, മര്യാദ കതുമെടുത്ത് ഓടിക്കോ എന്ന് വഴക്ക് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ തന്റെ ഭാര്യയെ പറഞ്ഞയച്ചു. ലൈഫിൽ ബിസിനസ് ചെയ്ത് വലിയ ബിസിനസ്മാൻ ആകണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. പക്ഷേ വേണ്ടത്ര പഠിപ്പില്ലാത്തതിനാൽ ഒരു സാധാരണ ബേക്കറി നടത്തി ഇപ്പോ ജീവിതവുമായി മുമ്പോട്ട് പോവുകയാണ് അദ്ദേഹം. എന്തായാലും രാവിലെ തന്നെ പ്രവീണിന്റെ 10ാം ക്ലാസ് റിസൾട്ട് നോക്കുന്നതിനായി അമ്മ അവനെയും കൂട്ടി അടുത്തുള്ള ഇന്റർനെറ്റ് കഫേയിലേക്ക് പോയി. വല്ലാത്ത പരിഭ്രമത്തിലാണ് അവർ. പക്ഷേ പ്രവീണിനാകട്ടെ ഒരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. പേടിയോടെ റോൾ നമ്പർ ആ കഫേയിൽ കൊടുത്ത് റിസൾട്ടിനായി അവർ കാത്തുനിന്നു. ഒടുവിൽ റിസൾട്ട് കിട്ടി. നോക്കുമ്പോ എല്ലാ സബ്ജക്റ്റിലും മിനിമം മാർക്ക് വാങ്ങി അവരുടെ മകൻ പാസ്സായിരിക്കുന്നു. പക്ഷേ അവരുടെ സന്തോഷം കാരണമായിരുന്നു. എല്ലാ വിജയത്തിലും A+ വാങ്ങി പാസ്സായ പോലായിരുന്നു അവർ പെരുമാറിയത്. കാരണം അവരുടെ ചിന്ത തന്നെ തന്റെ മുൻ പ്രവീൺ SSLC ഫെയിലാകുമെന്നായിരുന്നു. പക്ഷെ അവനിതാ പാസ്സായിരിക്കുന്നു. ഉടൻ തന്നെ ആ സന്തോഷം തന്റെ ഭർത്താവിനടുക്കൽ അറിയിക്കാൻ വേണ്ടി മകനെയും കൂട്ടി അവർ ബേക്കറിയിലേക്ക് ചെന്നു. നമ്മുടെ മകൻ പാസ്സായെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. മോൻ പാസ്സായത് കേട്ടപ്പോ ഉണ്ണികൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടലായിരുന്നു വന്നത്. അവൻ പാസ്സായോ എന്ന മട്ടിൽ. പിന്നാലെ പുച്ഛത്തോടെ അയാൾ പറഞ്ഞു, ആ പാസ്സല്ലേ, അതൊക്കെ എല്ലാവരും ആകും, എത്രയവന് മാർക്ക്, എല്ലാ മാർക്കും കൂട്ടിയ ഒരു 200 വരും എന്ന് മട്ടിൽ പ്രവീണിന്റെ അമ്മ പറഞ്ഞു. 200 ഒരു മാർക്കാണോ? ഇതൊന്നും ശരിയാകില്ല. നാളെ മുതൽ അവനെ ബേക്കറിയിൽ ജോലിക്ക് വരാൻ പറ, ഇവനെ പഠിപ്പിക്കുന്നതേ വേസ്റ്റ് ആണ് എന്ന മട്ടിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടതും പ്രവീണിന്റെ അമ്മ സരോജയ്ക്ക് നല്ല ദേഷ്യം അങ്ങ് വന്നു. ഇവനെ നന്നായി പഠിപ്പിച്ച് IAS ആക്കിയിട്ടേ താനടങ്ങൂ എന്ന മട്ടിൽ പറഞ്ഞവർ മകനെയും കൂട്ടി പോവാൻ വേണ്ടി തിരിഞ്ഞു. അത് കണ്ടതും ഉണ്ണികൃഷ്ണൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നേ? എങ്ങനെ നോക്കിയാലും ഇവന് സ്കൂളിൽ സീറ്റില്ല എന്ന് പറഞ്ഞ് TC കൊടുത്തുവിടാനാ പോകുന്നേ. ഇവൻ വാങ്ങിയ മാർക്കിന് എവിടെയും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അമ്മ വാശിയിൽ പറഞ്ഞു, നിങ്ങൾ പണം കൊടുത്ത് ഇവന് സീറ്റ് വാങ്ങിയില്ലെങ്കിൽ കൂടിയും ഞാൻ എന്റെ മകനെ പഠിപ്പിക്കും. അമ്മ അത് പറഞ്ഞത് തന്റെ സ്വർണത്തിന്റെ മേൽ കണ്ണുവെച്ചിട്ടായിരുന്നു. അത് ഉണ്ണികൃഷ്ണനും മനസ്സിലായി. ഉണ്ണികൃഷ്ണന്റെ മുഖത്ത് ഒരു ഞെട്ടൽ പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും സരോജ രണ്ടും കൽപ്പിച്ചായിരുന്നു. പ്രവീൺ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പളിന്റെ അടുക്കൽ മകന് +1 ഒരു അഡ്മിഷൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രിൻസിപ്പളിന് പ്രവീണിന് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മകൻ പ്രവീൺ 10ാം ക്ലാസ് പാസ്സായത് വലിയ കാര്യമാണ്. അവനവിടെ പഠിപ്പിച്ചപ്പോഴേ വലിയ തലവേദനയായിരുന്നു. ഇനിയും ഇവിടെ പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന മട്ടിലായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞത്. ദയവ് ചെയ്ത് TC വാങ്ങി അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനും വേറെ സ്കൂളിൽ ചേർക്കാനും പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു. പക്ഷേ പ്രവീണിന്റെ അമ്മയ്ക്ക് അങ്ങനെ വിടാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അവർ അവിടെ ഒരു വൈകാരിക പ്രകടനം തന്നെ നടത്തി. എന്റെ മോനെ ഞാൻ ആദ്യമായി ഈ സ്കൂളിൽ ചേർത്തപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങളുടെ മകൻ സച്ച് എ ബ്രില്യന്റ് ബോയ് ആണെന്നല്ലേ? എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞവന് സീറ്റ് തരില്ലെന്ന് പറഞ്ഞ അതൊട്ടും ശരിയല്ല. പോരാത്തതിന് വിഷം കുടിക്കുമെന്ന് പറഞ്ഞ് സരോജ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തതോടെ പ്രിൻസിപ്പൾ ആകെ കുഴങ്ങി. ഒടുവിൽ പ്രിൻസിപ്പൾ അവൻ അഡ്മിഷൻ കൊടുക്കാം എന്ന് സമ്മതിച്ചു. പക്ഷെ അവന്റെ കുസൃതികളൊക്കെ ഒതുക്കി വെക്കണം എന്നുകൂടി പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു. കഥ അവിടെ നിന്നും പ്രവീണിലേക്ക് തിരിയുന്നു. പ്രവീണിന്റെ ലക്ഷ്യം തന്നെ സ്കൂളിൽ പോയി ഏതെങ്കിലും പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. പഠനത്തെ പറ്റിയൊന്നും അവൻ ചിന്തിക്കുന്നേയില്ല. അപ്പോൾ പോലും എല്ലാ പെണ്ണുങ്ങളും തന്നെയാണ് നോക്കുന്നത്, താൻ വലിയൊരു കാസനോവയാണ് എന്ന ഭാവം അവനുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം അതല്ലെന്ന് അവന്റെ കൂട്ടുകാർക്ക് വരെ അറിയാം. കൂട്ടുകാർ പലപ്പോഴും അതിന്റെ പേരിൽ അവനെ ഒന്ന് കളിയാക്കാറുമുണ്ട്. എന്തായാലും അങ്ങനെ പ്രവീൺ സ്കൂളിലെത്തി. +1 ചേർന്ന് പഠിക്കുമെന്നാണ് ചിന്തിച്ചതെങ്കിൽ അവിടെ എത്തിയത് മുതൽ പെൺകുട്ടികളെ സൈറ്റടിക്കലായിരുന്നു അവന്റെ പ്രധാന പരിപാടി. സ്കൂളിൽ അവന്റെ കൂട്ടത്തിൽ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ബബ്ലു എന്നും ഡേവിഡ് എന്നും ഗുണ എന്നുമൊക്കെയാണ് അവരുടെ പേരുകൾ. അവർ തമ്മിലുള്ള സംസാരത്തിലെ പ്രധാന വിഷയമാകട്ടെ
ആകട്ടെ എപ്പോഴും പെൺകുട്ടികളുമായിരിക്കും. സ്കൂളിലെത്തിയാലോ ആട്ടവും പാട്ടും തമാശകളും ബാക്കി കാര്യങ്ങളുമൊക്കെയാണ്. പഠിത്തമൊഴികെ ബാക്കിയൊക്കെ അവരെല്ലാവരും ചെയ്യുന്നുണ്ട്. ബാക്ക് ബെഞ്ചേഴ്സായി പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന പ്രവീണിനെയും ഗ്യാങ്ങിനെയും പല കാരണങ്ങൾ കൊണ്ടും ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അത് സംഭവിച്ചത്. ക്ലാസ്സിലെ പഠിപ്പിയായ കനക എന്ന പെൺകുട്ടി ടീച്ചറുടെ അടുക്കൽ തലേന്ന് ഹോംവർക്ക് തന്നിരുന്നു, അത് നോക്കിയില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കേട്ട മാത്രയിൽ പ്രവീണും ഗ്യാങ്ങും ഞെട്ടി. ഹോംവർക്ക് ചെയ്യുന്ന ശീലം പൊതുവെ അവർക്കില്ലല്ലോ. അന്നും അവർ ക്ലാസ്സിന് വെളിയിലായി. പക്ഷേ അന്നാണ് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. അവരുടെ തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ ശകാരവും മറ്റും കേട്ടു. നോക്കുമ്പോ ഒരു പെൺകുട്ടിയെ ആ ക്ലാസ് ടീച്ചർ പുറത്താക്കിയിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് പ്രേക്ഷിക എന്നായിരുന്നു. അവളെ കണ്ടതും പ്രവീണിനങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ടേക്ക് സ്ഥിരമായി ക്ലാസ്സിന് വെളിയിലാവുന്ന അവർ ക്ലാസ്സിന് വെളിയിൽ വെച്ച് പരിചയപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അവളെ പുറത്താക്കിയത് എന്ന അന്വേഷണത്തിലാണ് ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷികയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ക്ലാസ്സിലിരുന്ന് അങ്ങനെ കഴിക്കുന്നത് ടീച്ചർ കണ്ടെത്തി അവളെ പുറത്താക്കിയതാണ്. ആഹാ, അങ്ങനെ ഒരു വീക്ക്നെസ് അവൾക്കുണ്ടോ? എങ്കിലത് മുതലെടുക്കണം എന്ന് പ്രവീണും തീരുമാനിച്ചു. നിനക്ക് ഞാൻ ഒരു പപ്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രവീൺ അവളെ ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു. അവൾക്ക് പപ്സും വാങ്ങിക്കൊടുത്തു. ഇതൊന്നും ശരിയാവില്ലെന്ന മട്ടിൽ കൂട്ടുകാർ പറഞ്ഞെങ്കിലും അവൻ ആ പ്രേക്ഷികയുടെ പിന്നാലെ തന്നെ പോയി. അച്ഛനാണല്ലോ സ്വന്തമായിട്ട് ബേക്കറി ഉള്ളത്. ബേക്കറിയിൽ നിന്ന് സ്നാക്സും മറ്റും അവൻ അവൾക്ക് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അവരുടെ സൗഹൃദം അങ്ങനെ വളർന്നു വന്നു. ഈ ഒരു സമയത്താണ് സരോജ തന്റെ സഹോദരന്റെ പുതിയ വീട് താമസത്തിന് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ അടുക്കൽ പറയുന്നത്. പ്രണയിച്ച് വിവാഹം കഴിഞ്ഞ ശേഷം തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളാണ്. അങ്ങനെ ഒരു ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചതിൽ ഉണ്ണികൃഷ്ണന് സംശയം തോന്നിയിരുന്നു. പക്ഷേ സരോജയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി സരോജയ്ക്കൊപ്പം അദ്ദേഹം ഹൗസ് വാമിങ്ങിന് പോയി. പക്ഷേ അവിടെ വെച്ച് അവർ അവഗണിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയുമായിരുന്നു ചെയ്തത്. നാണം കെട്ട് അവർക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. അന്ന് അതിന്റെ പേരിൽ സരോജ വല്ലാതെ വിഷമിച്ചിരുന്നു. ഉണ്ണികൃഷ്ണനും അത് കണ്ട് സങ്കടം തോന്നി. തന്നെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ സരോജയ്ക്ക് ഈ അവസ്ഥ വന്നത് എന്ന മട്ടിൽ ഉണ്ണികൃഷ്ണൻ സങ്കടപ്പെട്ടപ്പോ സരോജ അങ്ങനല്ലെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ ചേർത്തു പിടിച്ചു. ഇതേസമയം മറുവശത്ത് പ്രവീണാകട്ടെ പ്രേക്ഷികയുമായുള്ള തന്റെ പ്രണയം എങ്ങനെ സെറ്റാക്കാം എന്നുള്ള കഠിന പരിശ്രമത്തിലാണ്. ഇതിനിടയിൽ ഒരു പ്രശ്നം കൂടി വന്നു. പ്രേക്ഷികയെ വൺ സൈഡായി പ്രണയിക്കുന്ന മറ്റൊരുത്തനുണ്ട്. അവനും ഗ്യാങ്ങും സ്കൂളിലെത്തി. അവരുടെ പരിചയത്തിലുള്ള അനു എന്നൊരു പെണ്ണിന്റെ സഹായത്തോടെ പ്രേക്ഷികയോട് തന്റെ പ്രണയത്തിന്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനൊക്കെ പറഞ്ഞു വിട്ടു. പ്രേക്ഷിക പക്ഷേ അവനെ ഇഷ്ടമല്ലെന്നായിരുന്നു പറഞ്ഞത്. വൈകാതെ ആ ഗ്യാങ്ങിന് പ്രവീണിനെ പറ്റിയുള്ള വിവരം ലഭിച്ചു. പ്രവീണിനെ എതിരിടാൻ അവരെത്തി. പ്രേക്ഷികയെ വൺ സൈഡായി പ്രണയിക്കുന്നവൻ പ്രവീണിനെ നല്ല രീതിയിലൊന്ന് തല്ലി. പിന്നാലെ പ്രവീണിനോട് തന്നെ പ്രേക്ഷികയോട് പോയി തന്റെ പ്രണയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞയച്ചു. പ്രവീണും ഗത്യന്തരമില്ലാതെ അവളുടെ മുമ്പിലെത്തി. അപ്പോഴാണ് ആദ്യമായി പ്രേക്ഷിക പ്രവീണിനെയാണ് പ്രണയിക്കുന്നത് എന്നവൾ വെളിപ്പെടുത്തുന്നത്. അത് കേട്ടതും അവന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അങ്ങനെ അവരിരുവരുടെയും പ്രണയം നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ തുടങ്ങി. പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്ത രണ്ടുപേർ ആ സ്കൂളിലുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അനു എന്ന് വിളിക്കുന്ന അനുഗ്രഹ എന്ന പെൺകുട്ടിയും അനുഗ്രഹയുടെ കൂട്ടുകാരി സായി നവ്യയും. അതിന് കാരണം അനുവിന്റെ പ്രണയമാണ്. പ്രേക്ഷികയെ വൺ സൈഡായി പ്രണയിച്ചിരുന്ന മണിയുടെ കൂട്ടുകാരൻ മുകേഷിനെയാണ് അനു പ്രണയിക്കുന്നത്. മണിയും പ്രേക്ഷികയും ഒന്നിച്ചില്ലെങ്കിൽ അനുവിനും മുകേഷിനും ഒന്നിക്കാൻ പറ്റില്ല എന്നാണ് അനുവിന്റെ വിചാരം. അതുകൊണ്ട് കൂട്ടുകാരി സായി നവ്യയെ കൂട്ടുപിടിച്ച് പ്രവീണിന്റെയും പ്രേക്ഷികയുടെയും പ്രണയം കലക്കുവാൻ അവർ പല പദ്ധതികളും ഇട്ടു. ഇതിനിടയിൽ പ്രേക്ഷികയും പ്രവീണും തമ്മിലുള്ള പ്രണയവിവരമറിഞ്ഞ് മണിയും ഗ്യാങ്ങും അവനെ തല്ലാനെത്തി. പേടിച്ച് പ്രവീൺ ഒളിച്ചെങ്കിലും പ്രവീണിന്റെ കൂട്ടുകാരൻ ബബ്ലു മുന്നിട്ടിറങ്ങി. ഒട്ടും മടിക്കാതെ അവരെയൊക്കെ ഇടിച്ചോടിച്ചു. എന്തായാലും അതോടെ മണിയുടെയും മറ്റും ശല്യമൊഴിഞ്ഞു. പ്രവീണിനും പ്രേക്ഷികയ്ക്കും സുഖമായി പ്രണയിക്കാമെന്നായി. പക്ഷേ അത് അനുവിന്റെ മനസ്സ് തകർക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് പ്രേക്ഷിക പ്രവീണിനടുക്കൽ ആ ഒരു കാര്യം പറയുന്നത്. അടുത്ത ഒരാഴ്ചത്തേക്ക് അവൻ അവളെ കാണാൻ സാധിക്കില്ല. അവൾ നാട്ടിൽ പോവുകയാണ്. മുത്തശ്ശിക്ക് സുഖമില്ല. പ്രവീണിനോട് നന്നായിട്ട് ഹെൽത്ത് നോക്കണമെന്നും ഭക്ഷണം കഴിക്കണമെന്നുമൊക്കെ പറഞ്ഞ് പ്രേക്ഷിക അന്ന് സ്കൂളിൽ നിന്ന് പോയി. പിന്നീട് അങ്ങോട്ടേക്ക് പ്രവീൺ കൂട്ടുകാരോടൊപ്പമായിരുന്നു. അവർ ഇന്റർനെറ്റ് കഫേയിൽ പോയി സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അന്നൊരു കാര്യം കണ്ടു. പതിവില്ലാതെ പ്രവീണിനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. അതും ഒരു പെൺകുട്ടിയുടെ. സൊനാൾ എന്നായിരുന്നു അവളുടെ പേര്. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് പിന്നാലെ മെസ്സേജും വന്നു. ഹായ് പ്രവീൺ, ഞാനും നിന്റെ സ്കൂളിൽ തന്നെയാ പഠിക്കുന്നേ. +1 B സെക്ഷൻ. ഞാനെന്നും നിന്നെ നോക്കാറുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് കണ്ടതും പ്രവീണിന്റെ കണ്ണൊന്നു വിരിഞ്ഞു. പേര് തന്നെ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ശരി, നാളെ നമുക്ക് ക്യാൻറ്റീനിൽ വെച്ച് മീറ്റ് ചെയ്യാമോ എന്ന മട്ടിൽ തിരികെ മെസ്സേജ് അയച്ചു. അങ്ങനെ അടുത്ത ദിവസം
കൂട്ടുകാർക്കൊപ്പം ക്യാൻറ്റീനിലെത്തി പ്രവീൺ സൊനാലിനെ കാത്തിരിക്കാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ അത്യാവശ്യമൊന്നും വിറച്ചു നിൽക്കുകയാണ്. പ്രവീണിനെ തിരക്കി ഏതൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നു, അത് പ്രാങ്കാണെന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ പ്രവീൺ ഉറച്ചു തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് സൊനാല് കടന്നു വന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കണ്ടതും പ്രവീൺ അങ്ങ് ഫ്ലാറ്റായി. സൊനാൽ അവൻ അരികിൽ വന്ന് നല്ല രീതിയിൽ സംസാരിക്കുകയും ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവനിപ്പോൾ പ്രേഷികയെ പ്രണയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൻ സൊനാലിനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. സൊനാലാകട്ടെ പ്രവീണിനെ കാമുകനായും. ഇതിനിടയിൽ അതിന്റെ പേര് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. സൊനാലിനോട് എപ്പോഴാണ് നോ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ച് കൂട്ടുകാർ തമ്മിൽ അടിയും നടന്നു. അന്നാണ് പ്രവീൺ ആ ഒരു സത്യം പറഞ്ഞത്. തനിക്ക് നോ പറയാൻ വല്ലാത്ത മടിയാണ്, പക്ഷേ സൊനാലിനോട് താൻ നോ പറയും, അതിന് കുറച്ച് സമയം വേണം. കൂട്ടുകാരും അവനോട് സംസാരിച്ചു. എല്ലാം ശരിയാണ്, പക്ഷേ നീ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോ ആ പെൺകുട്ടിയെ ചതിക്കുന്ന രീതിയിൽ ഈ സൊനാലുമായി ഇങ്ങനെ നടക്കുന്നത് ഒട്ടും ശരിയല്ല. എത്രയും വേഗം അവളോട് സംസാരിച്ച് കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രവീണൊക്കെ ശ്രദ്ധയോടെ കേട്ടു. വൈകാതെ സ്കൂൾ കൾച്ചറൽസ് പ്രോഗ്രാം വരികയായിരുന്നു. പ്രവീണും സംഘവും അന്ന് ഡാൻസ് പരിപാടിയൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ അവനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരാഴ്ച ലീവ് എടുത്തു പോയിരുന്ന പ്രേഷിക അവനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് തിരികെ എത്തിയിരുന്നു. പ്രവീണിന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതും പ്രവീണിനെ കണ്ട് നീ സൂപ്പറായി കളിച്ചു പ്രവീണെ എന്ന മട്ടിൽ പ്രേഷിക അവനോട് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. പ്രേഷികയെ കണ്ടതും പ്രവീണിനും സന്തോഷമുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സൊനാലും കടന്നു വരുന്നത്. സൊനാൽ പ്രവീണിനെ വിളിച്ചു. അതെന്റെ ഫ്രണ്ടാണ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, ഒരു മിനിറ്റ് നിക്ക് എന്ന് പ്രേഷികയോട് പറഞ്ഞവൻ നേരെ സൊനാലിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ സൊനാലും പ്രവീണും സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. കൈ കോർത്തു പിടിച്ച് അവർ സംസാരിച്ചു നിൽക്കുന്നത് ദൂരെ നിന്ന് പ്രേഷിക കണ്ടു. തുടക്കത്തിൽ അവൾക്ക് അത് വലിയ തെറ്റായൊന്നും തോന്നിയില്ല. പക്ഷേ അപ്പോഴാണ് പ്രേഷികയ്ക്കടുത്തേക്ക് അനുഗ്രഹയും സായിനവിയും കടന്നു വരുന്നത്. അവരാകട്ടെ പ്രേഷികയുടെ മനസ്സിൽ വിഷം വിതയ്ക്കാൻ ആരംഭിച്ചു. പ്രവീൺ സൊനാലിന്റെ വലയിൽ വീണെന്നും അവൻ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന മട്ടിലൊക്കെയായിരുന്നു അവർ പ്രേഷികയോട് പറഞ്ഞത്. പ്രേഷികയുടെ മനസ്സിലും ഒരു ആദ്യ വളരാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പ്രേഷിക വന്ന് പ്രവീണിനോട് നിനക്കും സോനാലിനുമിടയിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. പ്രവീണാകട്ടെ അതൊന്നുമില്ല പ്രേഷിക, ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്, ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ പ്രേഷിക ഇങ്ങനെ വിഷമിക്കുന്നത് പ്രവീണിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൊനാലിനെ ഒഴിവാക്കാനും സൊനാലിനോട് മിണ്ടാതിരിക്കാനും പ്രവീൺ തീരുമാനിച്ചു. കൂട്ടുകാരോട് അത് പറഞ്ഞപ്പോ കൂട്ടുകാർ പറഞ്ഞു, സൊനാലിനെ രാത്രി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നീ വിളിക്ക്, എന്നിട്ട് അവളോട് കാര്യങ്ങൾ പറ. പ്രവീണും അതിനോക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ പ്രവീൺ കൂട്ടുകാരോടൊപ്പം സൊനാലിനെ റോഡിൽ വെച്ച് മീറ്റ് ചെയ്തു. കൂട്ടുകാർ മാറി നിന്നു. പ്രവീൺ സൊനാലിനടുക്കൽ, നോക്ക് സൊനാൽ, ഞാൻ പ്രേഷികയുമായി പ്രണയത്തിലാണ്, നമുക്കിടയിൽ ഒന്നുമില്ല, നമുക്കിനി മുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ സൊനാലാകട്ടെ, പ്രവീൺ ഇപ്പോ നീ പറഞ്ഞത് എന്റെ കണ്ണി നോക്കി പറ എന്ന മട്ടിൽ അവനെ മയക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പ്രവീൺ ഒരു നിമിഷം ഞെട്ടി നിന്നു. പിന്നാലെ അവൾ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ടീനേജ് പ്രായമാണല്ലോ, നിയന്ത്രിക്കാൻ അവനും കഴിഞ്ഞില്ല. അവനും അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും കയ്യടികളുമായി അങ്ങോട്ടേക്ക് അനുഗ്രഹയും സായിനവ്യയും കടന്നു വന്നു. കൂട്ടുകാരാണെങ്കിൽ എന്തോ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അനുഗ്രഹ പറഞ്ഞു, നേരത്തെ നിന്നോട് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ, നിന്റെ കൺമുമ്പിൽ തന്നെ കാണ്. അത് കേട്ടതും പ്രവീൺ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ പ്രേഷിക അവിടെ ദേഷ്യത്തിൽ വിറച്ച് നിറ കണ്ണുകളോടെ നിൽക്കുന്നു. അത് കണ്ടതും സൊനാലിനെ തള്ളിമാറ്റി പ്രേഷികക്കടുത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവീൺ കടന്നു ചെന്നു. പക്ഷേ പ്രേഷികയ്ക്ക് അത് കൺമുമ്പിൽ കണ്ടതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പ്രവീണിനെ അവൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞതും പ്രേഷികയോട് തർക്കിച്ച് അവൾ, താൻ ഇതുവരെ സൊനാലിനോട് യെസ് പറഞ്ഞിട്ടില്ലെന്നും നിനക്കിപ്പോൾ എന്നെ വേണ്ടാതായെങ്കിൽ താൻ അവളോട് യെസ് പറയാൻ പോവുകയാണെന്നും പറഞ്ഞ് നേരെ തിരിഞ്ഞു. നോക്കുമ്പോൾ സൊനാൽ അവിടെ ഇല്ല. അവൻ തിരിഞ്ഞു നോക്കി. സൊനാലത അനുഗ്രഹയുടെയും സായിനവിയുടെയും കൂടെ നിൽക്കുന്നു. യാഥാർത്ഥ്യത്തിൽ പ്രേഷികയെയും പ്രവീണിനെയും അടിച്ചു പിരിക്കുവാൻ വേണ്ടി സായിനവ്യയും അനുഗ്രഹയും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു സൊനാലിന്റെ ആ പ്രണയം. സൊനാൽ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. സൊനാൽ അവരുടെ അടുത്ത സുഹൃത്താണ്. പ്രവീൺ അത് കണ്ടതും കാര്യം മനസ്സിലായി. താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടു പുറകെ പ്രേഷിക മുന്നിട്ട് വന്ന് പ്രവീണിനെ നല്ലൊരു അടിയടിക്കുകയും ചെയ്തു. അടികൊണ്ട് ദേഷ്യത്തിൽ വിറച്ച് തിരിഞ്ഞ് പ്രവീൺ നോക്കുമ്പോൾ കണ്ടതാകട്ടെ ബേക്കറിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന തന്റെ അച്ഛനെയും. അല്ലെങ്കിലേ അച്ഛൻ വീട്ടിൽ തനിക്കൊരു പ്രശ്നമാണ്, ഭീഷണി ഉയർത്തുന്ന ആളാണ്. ഇതിപ്പോൾ നടുറോട്ടിലിട്ട ഒരു പെണ്ണ് തന്നെ തല്ലുന്നത് അച്ഛൻ നേരിട്ട് കണ്ടിരിക്കുന്നു. അച്ഛനിനി തന്നെ എന്തൊക്കെ പാടുപെടുത്തുമെന്ന് ആലോചിച്ച് പ്രവീണിന്റെ തല പുകയുന്നുണ്ടായിരുന്നു.
പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോഴും അത് തന്നെയായിരുന്നു പ്രവീണിന്റെ ടെൻഷൻ. അച്ഛൻ തന്നെ എന്ത് ചെയ്യും, അമ്മയോടിത് പറയുമോ എന്നൊക്കെ ചിന്തിച്ച് പ്രവീണാകെ വല്ലാതായി. പക്ഷേ ഉണ്ണികൃഷ്ണനാകട്ടെ ഇതൊന്നും ആരോടും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രവീണിന് അടുക്കൽ പോലും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രവീണിനും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ വിദഗ്ധമായി അവന്റെ ഉള്ളിലുള്ള ഈ പേടി മുതലെടുത്ത് അവന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അവനെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പ്രവീണിനെ കൊണ്ട് വണ്ടി കഴിയിക്കുക, ബേക്കറി കൊണ്ടുപോയി ഓരോരോ പണികൾ ചെയ്യിപ്പിക്കുക എന്നിങ്ങനെ അത് നീണ്ടുപോയി. മുമ്പൊക്കെ ഇതിനൊന്നും പ്രവീൺ നിന്നുകൊടുക്കുമായിരുന്നില്ല. അമ്മയുടെ സഹായത്തോട് ഊരിപ്പോരും. ഇതിപ്പോ അവനാകെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും സ്കൂൾ തുറന്നു. എല്ലാവരും സ്കൂളിൽ നിന്ന് ആലപ്പുഴയ്ക്കൊരു ട്രിപ്പ് പോവാനും തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ സൊനാലും സംഘവും ഉണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പിന് ആലപ്പുഴയിലെത്തിയപ്പോ കുറെ ആൺകുട്ടികൾ സൊനാലിനെ വളഞ്ഞു. അവളെ ഇഷ്ടമാണെന്നും മറ്റും പറഞ്ഞ് വല്ലാതെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഇതിന് പിന്നിൽ നിന്നത് പ്രവീണായിരുന്നു. പ്രവീൺ കൂട്ടുകാരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് വെച്ച് സൊനാലിനെ എല്ലാവരും കളിയാക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഒന്നും താങ്ങാൻ പറ്റാതെ സൊനാൽ ഒറ്റയ്ക്ക് പോയിരുന്നു കരഞ്ഞു. പക്ഷേ ഇതൊക്കെ അവരുടെ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന പഠിപ്പിയായ കനക എന്ന പെൺകുട്ടി നോക്കിക്കണ്ടു. സൊനാലിനോട് എന്തു പറ്റിയെന്ന് അവൾ ചോദിച്ചപ്പോ അവൾ നടന്ന കാര്യങ്ങളൊക്കെ കനകയോട് പറഞ്ഞു. കുട്ടികൾ എല്ലാരും ചേർന്ന് അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് അത് നിർത്തിപ്പിക്കാൻ കനക നേരെ കടന്നു ചെന്നത് പ്രവീണിന്റെ മുന്നിലേക്കാണ്. പ്രവീണാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ അവിടെ വലിയ രീതിയിൽ ദേഷ്യപ്പെട്ട് എല്ലാവരോടും സംസാരിച്ചു. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് എടുത്തു പറഞ്ഞു. ക്ലാസ്സിൽ ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്ന കനക അവിടെ വന്ന് പുലിയെപ്പോലെ പെരുമാറിയത് കണ്ട് പ്രവീണിന്റെ പോലും കിളിപാറി. പ്രവീണിന് നല്ല ദേഷ്യം വന്നു. സ്കൂളിൽ തിരികെ എത്തിയ ശേഷം കനകയ്ക്കിട്ടൊരു പണി കൊടുക്കാനും പ്രവീണും കൂട്ടുകാരും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും തിരികെ സ്കൂളിലെത്തി. ക്ലാസ്സും പതിവ് പോലെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതിനിടയിൽ ഒരു ദിവസം കനക സ്കൂളിലേക്ക് ആൽബം കൊണ്ടുവന്നിരുന്നു. അവരുടെ കുടുംബത്തിന്റെ ആൽബം. അതിലെ ഫോട്ടോസിൽ കനകയുടെ അച്ഛന്റെ ഫോട്ടോ പ്രവീൺ നോക്കിക്കണ്ടു. അദ്ദേഹം കഷണ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് കണ്ടതും കിട്ടിയ അവസരം മുതലെടുത്ത പ്രവീൺ കനകയുടെ അച്ഛൻ കഷണ്ടിയാണെന്നത് മുൻനിർത്തി കൂട്ടുകാരോട് അത് വിളിച്ചു പറഞ്ഞ് അവളെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ കനകയുടെ അച്ഛന്റെ തലയിൽ വേണ്ട സ്ഥലമുണ്ട്, ഗ്രൗണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ അപമാനിച്ചു. കളിയാക്കൽ പരിധി വിട്ടപ്പോ കനക അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ഒരു അധ്യാപകൻ കടന്നു വരുന്നത്. സ്കൂളിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാവരെയും തല്ലുന്ന, പ്രശ്നങ്ങൾ വഷളാക്കുന്ന ഒരു അധ്യാപകനാണ് വന്നത്. കനക കരയുന്നത് കണ്ട അധ്യാപകൻ എന്തിനാണ് കരയുന്നത് എന്ന് കനകയോട് ചോദിച്ചു. കൂട്ടുകാരൊക്കെ അപ്പോഴേക്കും പ്രവീണിനെ ഒറ്റപ്പെടുത്തിയിരുന്നു. പ്രവീൺ അവളുടെ അച്ഛനെ കളിയാക്കിയിട്ടാണ് അവൾ കരയുന്നതെന്ന മട്ടിൽ അവർ പ്രവീണിനോട് പറഞ്ഞു. താൻ പെട്ടു എന്ന മട്ടിൽ പ്രവീൺ ഭയന്നിരുന്നു. കനക അത് സാറിനടുക്കൽ പറഞ്ഞാൽ സാറ് പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യും. എല്ലാം കൂടിയാകുമ്പോ തന്റെ പഠനം വരെ അവതാളത്തിലാകും. പക്ഷേ കനക എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് തനിക്ക് തലവേദനയാണെന്നായിരുന്നു. കനകയ്ക്ക് വേണമെങ്കിൽ അവനെ പെടുത്താമായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് പ്രവീണും തലപുകഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ച് ഒടുവിൽ കനകയ്ക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം അത് എന്നൊരു ചിന്ത പ്രവീണിന്റെ ഉള്ളിൽ ഉടലെടുത്തു. പ്രവീണിനും കനകയോട് പ്രണയ താല്പര്യം തോന്നി തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് അത്രനാളും ശത്രുതയിലായിരുന്ന കനകയുമായി സൗഹൃദത്തിലാവാൻ പ്രവീൺ പലതരത്തിൽ ശ്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു ഘട്ടത്തിൽ പ്രവീൺ അത് സാധിച്ചെടുത്തു. കനക വെജിറ്റേറിയൻ കുടുംബത്തിലാണ് ജീവിക്കുന്നത്. അവൾക്ക് നോൺ വെജ് ബിരിയാണി തിന്നണമെന്നുണ്ടായിരുന്നു. അതിനവൾ പ്രവീണിന്റെ സഹായം ചോദിച്ചു. പ്രവീണാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു തട്ട് ബിരിയാണി കടയിൽ നിന്ന് ബിരിയാണിയും വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവരുടെ സൗഹൃദം കൂടുതൽ ഊഷ്മളമായി വളരാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു നോട്ടീസ് വന്നു. അവരുടെ സ്കൂളിന്റെ കറസ്പോണ്ടന്റ് മരണപ്പെട്ടുപോയി. അന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. പെട്ടെന്ന് പ്രവീണിനൊരു ഐഡിയ തോന്നി. പ്രവീൺ നേരെ കനകയുടെ അടുത്തേക്ക് എത്തിയിട്ട് അവളോട് കള്ളം പറഞ്ഞു. ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാണ്. ഞാനൊരു കേക്കൊക്കെ വാങ്ങി അമ്മയെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാ. നീയും വീട്ടിലേക്ക് വരാമോ? ആദ്യം വീട്ടിൽ പോകണമല്ലോ എന്ന മുട്ടിൽ ചിന്തിച്ച കനകയോട് ഒന്ന് നിർബന്ധിച്ചപ്പോ കനക വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ച് കനക കൂട്ടുകാരെ കൂടി കൂട്ടിക്കൊണ്ടുപോകാമെന്നും അമ്മയ്ക്കത് വലിയ സർപ്രൈസ് ആകും എന്ന തരത്തിലും കൂട്ടിച്ചേർത്തു. പ്രവീണിന് എതിർക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ കനകയും കൂട്ടുകാരുടെ വലിയ സംഘവുമായി നേരെ വീട്ടിലേക്ക് പ്രവീൺ എത്തി. കേക്കും മറ്റും വാങ്ങിയിരുന്നു. അമ്മയെക്കൊണ്ട് ബർത്ത്ഡേ പാട്ടും പാടി അവർ കേക്കും മുറിപ്പിച്ചു. പക്ഷെ യാഥാർത്ഥ്യത്തിൽ പ്രവീണിന്റെ അമ്മയുടെ ബർത്ത്ഡേ എന്നായിരുന്നില്ല. കനകയെ വീട്ടിലെത്തിക്കാനും അമ്മയെ പരിചയപ്പെടുത്താനും അവളുമായി തനിച്ച് സംസാരിക്കാനും വേണ്ടിയായിരുന്നു പ്രവീൺ അത് ചെയ്തത്. പക്ഷേ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു. പ്രവീണിന്റെ പെരുമാറ്റത്തിൽ നിന്നും അവൻ കനകയോട് കാണിക്കുന്ന കൂടുതൽ താല്പര്യത്തിൽ നിന്നും അവന് കനകയെ ഇഷ്ടമാണെന്ന കാര്യം പ്രവീണിന്റെ അമ്മയ്ക്കും ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. മോനെ വേദനിപ്പിക്കാതിരിക്കാൻ മോന്റെ പ്രവൃത്തികൾക്ക് ആ അമ്മ കൂട്ടുനിന്നു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ മറ്റു കുട്ടികളെയൊക്കെ
കനകയെ കൂട്ടുകാരുടെ സഹായത്തോടെ പ്രവീൺ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. കനക പോവാൻ തുടങ്ങിയപ്പോ കനകയെ മാത്രം അവൻ അവിടെ പിടിച്ചു നിർത്തി. അമ്മയ്ക്കൊരു കമ്പനി കൊടുക്കാനാണെന്ന മട്ടിലാണ് അവൻ അവളെ പിടിച്ചു നിർത്തിയതെങ്കിലും അവളുമായി സംസാരിക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ അവൾക്ക് തന്റെ മുറിയും മറ്റും കാണിച്ചു കൊടുത്തു. പ്രവീണിന്റെ അമ്മയുമായി കനകയും നല്ല രീതിയിൽ ഇടപഴകി. ഇതൊക്കെ കണ്ട് പ്രവീൺ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കനക തങ്ങളുടെ വീട്ടിൽ മരുമകളായി എത്തും എന്ന പ്രതീക്ഷയിൽ പ്രവീൺ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവന്റെ അച്ഛൻ ദേഷ്യത്തിൽ കയറി വരുന്നത്. ബേക്കറിയിൽ നിന്ന് കേക്കും മറ്റ് സാധനങ്ങളും അടക്കം 500 രൂപയുടെ സാധനം എന്തിനെടുത്തത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടാണ് അച്ഛന്റെ വരവ്. അച്ഛനവനെ തല്ലാനോങ്ങി നിൽക്കി അങ്ങോട്ടേക്ക് കനക കടന്നു വന്നു. കനകയെ കണ്ടതും അവന്റെ അച്ഛനൊന്ന് പരുങ്ങി. അമ്മ വന്ന് പ്രവീണിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിച്ചു. ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, അവന്റെ സ്കൂളിൽ നിന്ന് കൂട്ടുകാരൊക്കെ വന്നിരുന്നു, ഇത് പ്രവീണിന്റെ കൂട്ടുകാരിയാണ് എന്ന മട്ടിലൊക്കെ അമ്മ പറഞ്ഞു. അതോടെ ഒന്ന് തണുത്ത ഉണ്ണികൃഷ്ണൻ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന കള്ളം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. വൈകാതെ കനക അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പ്രവീണിനോട് അവളെ കൊണ്ടുവിട്, ഓട്ടോറിക്ഷ കയറ്റിവിട് എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ തുടർന്നു. പ്രവീണിന് കനകയെ ഇഷ്ടമാണെന്ന് ഉണ്ണികൃഷ്ണന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ സരോജയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. തന്റെ മകൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താകുമെന്ന ആശങ്കയായിരിക്കാം. കനകയെ ഓട്ടോയിൽ കയറ്റിവിടാൻ പ്രവീൺ പുറത്തേക്കിറങ്ങി. അവളോട് സംസാരിച്ചു. തന്റെ പ്രണയം അവളോട് തുറന്നു പറയണമെന്ന് അവനുണ്ട്. പക്ഷെ അവനെ കൊണ്ടത് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കനകയ്ക്കും ചെറിയൊരു ഫീലിംഗ്സ് അവനോടുണ്ട് എന്നതിന്റെ സൂചനകൾ പ്രകടമാണ്. പക്ഷെ അത് വ്യക്തവുമല്ല. അങ്ങനെ ഓരോ സാഹചര്യങ്ങളും മാറി മാറി ഒടുവിൽ കനക ഓട്ടോയിൽ കയറി പോവാൻ തുടങ്ങി. ഓട്ടോ മുന്നിലേക്ക് നീങ്ങി നിർത്തിയപ്പോ പെട്ടെന്നവൾ തിരിഞ്ഞവനോട് ആ കാര്യം പറഞ്ഞു. പ്രവീൺ, നീ 3 സിനിമയിലെ ധനുഷ് കാണിക്കുന്ന പോലെ മുടിയൊരു സ്റ്റൈലിൽ കാണിക്കില്ലേ, അതൊന്ന് കാണിക്കാമോ? അത് കേട്ടതും പ്രവീണിന് വലിയ സന്തോഷമായി. അവൻ ആ സ്റ്റൈൽ അനുകരിച്ചു. കനകയ്ക്കും തന്നെ ഇഷ്ടമാണെന്ന് അതോടെ പ്രവീൺ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പ്രവീണിന്റെ ജീവിതത്തിൽ നല്ല നാളുകളായിരുന്നു. കനകയ്ക്കൊപ്പം ചേർന്ന് കുറച്ചൊക്കെ പഠിക്കുകയും കളിതമാശകളുമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ അമ്മ പ്രവീണിനോടുള്ള കാര്യം ചോദിച്ചു. തനിക്ക് കനകയെ ഇഷ്ടമാണെന്ന് അവനും മടിച്ചാണെങ്കിലും പറഞ്ഞു. ഉടനമ്മയുടെ അടുത്ത ചോദ്യം വന്നു, എന്നേക്കാ കൂടുതൽ ഇഷ്ടമാണോ? അതോ? പ്രവീൺ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന മട്ടിലായിരുന്നു അവന്റെ പെരുമാറ്റം. സരോജ പ്രതീക്ഷിച്ചത് തന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമെന്നാണ്. പക്ഷെ അവൻ പറഞ്ഞത് അവളെയാണെന്ന മട്ടിലായിരുന്നു. അത് സരോജയ്ക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി. അന്ന് രാത്രിയിൽ സരോജ ദുഃഖിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഉണ്ണികൃഷ്ണൻ അതിനെപ്പറ്റി അവരോട് ചോദിച്ചു. അന്ന് സരോജ പറഞ്ഞു, നമ്മൾ എത്രയൊക്കെ മക്കളെ സ്നേഹിച്ചു വളർത്തിയാലും അവരുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു കഴിയുമ്പോ നമ്മളെയൊക്കെ മറന്നുപോകൂലേ? ഞാൻ എന്റെ അമ്മയെ വിട്ടുവന്നപ്പോ നിനക്കതൊന്നും തോന്നിയില്ലേ എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മറുചോദ്യം. നിങ്ങൾ അമ്മയെ വിട്ടുവന്നപ്പോ എനിക്ക് നന്നായിട്ടാ ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പോ എന്റെ മകൻ നമ്മളെ വിട്ടു പോകുമോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് പേടിയാകുന്നു. ഒരമ്മയുടെ സ്നേഹവും കരുതലും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ഒരു സമയത്താണ് ആനുവൽ ഡേ പ്രോഗ്രാംസ് വരുന്നത്. പരിപാടികളുടെ കോർഡിനേറ്റർ സിദ്ധാർത്ഥ് എന്നൊരു പയ്യനാണ്. സ്കൂളിലെ പോപ്പുലർ പയ്യൻ, സമ്പന്ന കുടുംബത്തിലെ അംഗം. പെൺകുട്ടികളൊക്കെ അവന്റെ പിന്നാലെയാണ്. പക്ഷേ പ്രവീണും സിദ്ധാർത്ഥും അത്ര നല്ല ടൈംസിലായിരുന്നില്ല. ആനുവൽ ഡേ പ്രോഗ്രാമിന് ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പ്രവീണിനും കൂട്ടുകാർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഒരു സ്ലോട്ട് ചോദിച്ചപ്പോ അവനത് അനുവദിച്ചു കൊടുത്തില്ല. കൂട്ടത്തിൽ അവരെ പോലുള്ളവർ പരിപാടി അവതരിപ്പിച്ച് കുളമാക്കേണ്ട കാര്യമില്ല എന്ന മട്ടിൽ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. പ്രവീണിന് അത് വല്ലാത്തൊരു ദേഷ്യമുണ്ടാക്കിയിരുന്നു. ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ അന്ന് പ്രവീൺ ഒരു കാര്യം ചെയ്തു. സിദ്ധാർത്ഥിന്റെയും സംഘത്തിന്റെയും പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവരെ അവൻ ക്ലാസ് മുറിയിൽ ബബ്ലുവിന്റെ സഹായത്തോടെ പൂട്ടി. ആ സ്ലോട്ടിൽ കയറി അവർ പരിപാടി അവതരിപ്പിച്ചു. അവരുടെ പ്രോഗ്രാം വൻ അടിപൊളിയായെങ്കിലും സിദ്ധാർത്ഥും പ്രവീണും തമ്മിൽ അതിന്റെ പേരിൽ ഒരു കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടു. അന്നങ്ങോട്ടേക്ക് വന്ന കനക ഇടപെട്ടായിരുന്നു പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതും പ്രവീണിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതും. പ്രവീണിനെ പറ്റി സിദ്ധാർത്ഥ് പെണ്ണിനെ ചേർത്ത് മോശമായി പറയാൻ തുടങ്ങിയപ്പോ കനക അവന്റെ വായടപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അതോടെ പ്രവീണിന് അവളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. കനകയ്ക്ക് തന്നോട് പ്രണയമാണെന്ന് അവൻ ഉറപ്പിച്ചു. പ്രവീണിലും മാറ്റങ്ങളുണ്ടായിരുന്നു. എന്തിനേറെ അവന്റെ കൂട്ടുകാരെ വരെ പറഞ്ഞു, ഇതുവരെ ഉണ്ടായിരുന്ന നിന്റെ പ്രണയമൊക്കെ ടൈം പാസ് ആയിരുന്നു. പക്ഷേ കനകയോടുള്ള നിന്റെ പ്രണയം ഇതാണ് യഥാർത്ഥ ട്രൂ ലവ്. നിന്റെ സ്വഭാവത്തിൽ തന്നെ ഇപ്പൊ വലിയ മാറ്റമുണ്ട്. നീ ധൈര്യമായിട്ട് അവളെ പോയി പ്രപ്പോസ് ചെയ്യ്. അങ്ങനെ കൂട്ടുകാരൻ ഡേവിഡ് പറഞ്ഞതനുസരിച്ച് ഫെയർവെല്ലിന്റെ അന്ന് കനകയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പ്രവീൺ തീരുമാനിച്ചു. കനകയെ തനിച്ച് മാറ്റി നിർത്തി മടിയോടെയാണെങ്കിലും അവൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. കനക തന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും എന്നായിരുന്നു പ്രവീൺ ചിന്തിച്ചത്. പക്ഷേ കനക ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ല. കനക അവനെ അതുവരേക്കും നല്ലൊരു സുഹൃത്തായി മാത്രമായിരുന്നു കണ്ടിരുന്നത്. നീ എന്നെ ഇതുപോലെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ കനക അവിടെ നിന്ന് പോവുകയും ചെയ്തു. പ്രവീണാകെ തകർന്നുപോയി. അവൻ ആത്മാർത്ഥമായി അവളെ പ്രണയിച്ചിരുന്നു. പക്ഷെ അവൾ അവനെ പ്രണയിച്ചിട്ടേയില്ല. അവൻ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു.
കരഞ്ഞു. കൂട്ടുകാര് വന്നായിരുന്നു അവനെ ആശ്വസിപ്പിച്ചത്. അപ്പോഴാണ് ബബ്ലുവിനെ പ്രവീൺ ശ്രദ്ധിച്ചത്. തല്ലുകൊണ്ട് ചതഞ്ഞ പാട് ബബ്ലുവിന്റെ മുഖത്തുണ്ട്. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ സിദ്ധാർത്ഥും സംഘവും തല്ലിയ വിവരം കൂട്ടുകാരിൽ നിന്ന് അവൻ അറിഞ്ഞു. അതോടെ ചാടി എഴുന്നേറ്റ പ്രവീൺ ഓടിച്ചെന്ന് സിദ്ധാർത്ഥിനെയും സംഘത്തിനെയും മർദ്ദിക്കാൻ തുടങ്ങി. കുട്ടികൾ തമ്മിൽ കനത്ത ഫൈറ്റ് നടന്നു. എല്ലാവർക്കും സാരമായി പരിക്കേറ്റു. ഒടുവിൽ സാറ് വരുന്ന വിവരമറിഞ്ഞ് കുട്ടികൾ ചിതറിയോടി. പ്രവീൺ ഓടാൻ തുടങ്ങിയപ്പോഴേക്ക് അവിടെ കനകയെ കണ്ടു. കനക വല്ലാത്തൊരു ഭാവത്തിൽ പ്രവീണിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഫൈറ്റ് വലിയ പ്രശ്നമായി മാറി. സിദ്ധാർത്ഥിന്റെ ഫാമിലിയും മറ്റും പ്രവീണിനെയും കൂട്ടുകാരെയും ടി.സി കൊടുത്ത് പറഞ്ഞുവിടണം എന്ന നിലയിൽ സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. വിവരമറിഞ്ഞ് പ്രവീണിന്റെ അമ്മയും അങ്ങോട്ടേക്ക് എത്തി. പ്രിൻസിപ്പളും ടി.സി കൊടുത്തുവിടും എന്ന് പറഞ്ഞതോടെ പ്രവീണിന്റെ അമ്മ ആകെ തകർന്നു. പ്രിൻസിപ്പളിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ വരെ അവർ ശ്രമിച്ചു. മകന്റെ ഭാവി തകരാതിരിക്കാൻ സിദ്ധാർത്ഥിന്റെ പാരന്റ്സിന്റെ കാല് പോലും പിടിക്കും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ സമയം പെട്ടെന്നവർ കുഴഞ്ഞു വീണു. പ്രവീണും സംഘവും ചേർന്ന് അമ്മയെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. അവന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നതായിരുന്നു. പ്രവീൺ ആശുപത്രി ഐസിയുവിന് മുമ്പിൽ തകർന്നു നിന്നു. ആ സമയമാണ് വിവരമറിഞ്ഞ ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. തനിക്കാകെയുള്ള പ്രിയപ്പെട്ട ഭാര്യ ആ ഒരവസ്ഥയിൽ കിടക്കുന്ന കണ്ട് ഉണ്ണികൃഷ്ണനെ സഹിച്ചില്ല. മകനെ കൊണ്ട് അതുവരേക്കും നല്ലൊരു പേര് അവരുടെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്റെ ഭാര്യയ്ക്ക് അങ്ങനൊരു അവസ്ഥ വരെ മകൻ കാരണം വന്നിരിക്കുന്നു. നിയന്ത്രണം വിട്ട ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടേക്ക് വന്ന് അവിടെ നിന്നിരുന്ന പ്രവീണിനെ തല്ലി. സങ്കടത്തിലും ദേഷ്യത്തിലും അദ്ദേഹം അവനോട് പറഞ്ഞു, നീ ചെയ്ത തെറ്റുകൊണ്ട് അവൾ എവിടെയെ എത്തിയിരിക്കുന്നെന്ന് കണ്ടോടാ. 5 കൊല്ലം കഴിഞ്ഞ് ഇതിനു വേണ്ടിയിട്ടാണോടാ ഞങ്ങളുടെ മകനായി നീ ജനിച്ചു വീണത്? എനിക്ക് നീയാണോ അതോ അവളാണോ പ്രധാനം എന്നെന്റെ അടുത്ത് ചോദിച്ച ഞാൻ അവളാണെന്നേ പറയൂ. ഞാൻ ചത്താലും നീ എന്റെ മുമ്പിൽ വന്നുപോയേക്കരുത്. അന്ന് അതുകൂടി സംഭവിച്ചപ്പോ പ്രവീണാകെ തകർന്നു പോയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടന്ന സരോജയെ പരിചരിച്ചത് മുഴുവൻ ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണനും പ്രവീണും തമ്മിലെന്തോ പ്രശ്നമുണ്ട് എന്ന് സരോജയ്ക്കും മനസ്സിലായിരുന്നു. നിങ്ങളവനെ ചീത്ത പറഞ്ഞോ എന്ന് സരോജ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചെങ്കിലും നീ സുഖപ്പെടുന്നവരെ എന്നോടൊന്നും ചോദിക്കരുത് എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഇതിനിടയിൽ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. പ്രവീണിന്റെ കാര്യം പറയാനായിരുന്നു അത്. പക്ഷേ അവന്റെ മേൽ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോളൂ. ഇനിയും എന്നെയും ഭാര്യയും സ്കൂളിലേക്ക് വിളിച്ച് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞായിരുന്നു ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നിറങ്ങിയത്. പ്രവീൺ നിസ്സഹായനായിട്ട് അവിടെ ഇരുന്നതേയുള്ളൂ. പ്രിൻസിപ്പളിന് പ്രവീണിന്റെ അവസ്ഥയിൽ സങ്കടം തോന്നി. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാതെ ക്ലാസ്സിലേക്ക് അയച്ചു. എക്സാം മാത്രമേ ഇനി ബാക്കി നിന്നിരുന്നുള്ളൂ. 1 മാസം കഴിഞ്ഞാൽ +2 എക്സാം ആണ്. ക്ലാസ്സിലെത്തിയിരുന്നപ്പോഴും പ്രവീൺ ദുഃഖിതനായിരുന്നു. കനകയും അവനെ നോക്കുന്നുണ്ടായിരുന്നു. പ്രവീൺ അന്ന് ഇന്റർവെല്ലിൽ പുറത്തേക്കിറങ്ങിയപ്പോ കനക അവന്റെ അടുക്കലെത്തി. അവനോട് സംസാരിച്ചു. സോറി പ്രവീൺ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പെട്ടെന്ന് നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇഷ്ടം മാത്രം പോരല്ലോ. എനിക്കെന്റെ ജീവിതത്തിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ നിനക്ക് നിന്റെ ഫ്യൂച്ചറെ പറ്റി ഒരു ചിന്തയുമില്ല. എന്തു വിശ്വാസത്തിലാ ഞാൻ പിന്നെ നിന്നെ പ്രണയിക്കുന്നേ? 12th ഒരു എക്സാമിന് പോലും നീ ഇതുവരെ പാസ്സായിട്ടില്ല. പബ്ലിക് എക്സാമിൽ പാസ്സാകുമെന്ന് ഞാൻ എങ്ങനെയാ പ്രതീക്ഷിക്കുന്നേ? അത് കേട്ടതും അടുത്തിരുന്ന കൂട്ടുകാരൻ ഉടൻ ചോദിച്ചു, ഇവൻ +2 പാസ്സായാൽ നീ ഇവനെ പ്രണയിക്കുമോ? ഉത്തരം പറ. കനക ഒരു നിമിഷം സ്തബ്ധയായി. പ്രണയിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പ്രവീണിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാൻ തുടങ്ങി. കനക പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നീ +2 പാസ്സായാൽ ഞാൻ നിന്നെ പ്രണയിക്കാം. 12th പാസ്സായി കഴിഞ്ഞ് നീ എന്നെ വന്ന് കാണ്. അന്ന് തിരികെ വീട്ടിലെത്തിയ ശേഷം അവൾ പറഞ്ഞ ഓരോ വാക്കുകളെ പറ്റിയും പ്രവീൺ ഗാഢമായി ആലോചിച്ചു. ഒടുവിൽ നല്ല രീതിയിൽ പഠിക്കുവാൻ അവൻ തീരുമാനിച്ചു. കൂട്ടുകാരുടെ സഹായത്തോടെ കമ്പൈൻ സ്റ്റഡി നടത്തിയും നല്ല രീതിയിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ സഹായം തേടിയും ഒറ്റയ്ക്ക് ഗൈഡുകളുടെ സഹായത്തോടെ പഠിച്ചും അവൻ മുന്നേറിക്കൊണ്ടിരുന്നു. ഇതെല്ലാം അവന്റെ പാരന്റ്സും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ എക്സാമിന്റെ സമയമെത്തി. പക്ഷെ അന്ന് എക്സാമിന് അവനിറങ്ങാൻ തുടങ്ങുന്ന മുമ്പ് അമ്മയ്ക്ക് വല്ലാത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഭയന്ന പ്രവീൺ അമ്മയുമായി ഉടൻ ആശുപത്രിയിലെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു. വിവരമറിഞ്ഞ് ഉണ്ണികൃഷ്ണനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മറുവശത്ത് പബ്ലിക് എക്സാം ആണ്. അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. സരോജ പുറത്തേക്ക് വന്ന് ഉണ്ണികൃഷ്ണനോട് പ്രവീണിന് പബ്ലിക് എക്സാം ആണെന്നും എത്രയും വേഗം സ്കൂളിലെത്തിക്കാനും പറഞ്ഞു. പ്രവീണൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് എക്സാം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അവന്റെ അച്ഛൻ അവനെയും കൂട്ടി സ്കൂളിലേക്ക് വേഗത്തിൽ പാഞ്ഞെത്തി. പ്രവീൺ ഇറങ്ങി എക്സാം എഴുതാൻ സ്കൂളിനകത്തേ കൂടി. അവന്റെ അച്ഛൻ പുറത്തുനിന്ന് വിളിച്ച് അവനോട് പറഞ്ഞു, പ്രവീണെ നന്നായിട്ട് എഴുതടാ, ബാക്കി എന്തുണ്ടെങ്കിലും നമുക്ക് നോക്കാം. പ്രവീൺ വേഗത്തിലോടി തന്റെ ക്ലാസ്സിലേക്ക് എത്തി. എക്സാം ആരംഭിച്ചിരുന്നു. പക്ഷേ അധ്യാപിക വൈകിയാണ് വന്നതെങ്കിലും മഹാമനസ്കത കാട്ടി അവനെ എക്സാം എഴുതാൻ അനുവദിച്ചു. പ്രവീൺ അങ്ങനെ അവന്റെ
എക്സാംസ് മുഴുവൻ എഴുതി തീർത്തു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. +2 റിസൾട്ട് വരുന്ന ദിവസം പ്രാർത്ഥനയോടെ അവന്റെ അമ്മ അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി. പ്രവീൺ അന്ന് അമ്മയോട് ദേഷ്യപ്പെട്ടില്ല. അമ്മ കൊടുത്ത് പൂജിച്ച നാരങ്ങ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് അവൻ കുടിച്ചു. അവന്റെ മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നില്ല. റിസൾട്ട് നോക്കാൻ പോവാൻ തയ്യാറാവാൻ അമ്മ പറഞ്ഞപ്പോ പണ്ട് അമ്മ അവന് വാങ്ങിക്കൊടുത്ത് അന്ന് ഇഷ്ടപ്പെടാതെ അമ്മയെ ചീത്ത പറഞ്ഞ് അതേ ഷർട്ട് എടുത്ത് ധരിച്ച് അവൻ തയ്യാറായിട്ടിറങ്ങി. അതൊക്കെ കണ്ട് അവന്റെ അമ്മയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുന്നത്. അവന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ റിസൾട്ട് നോക്കാൻ താനും വരുന്നുണ്ട് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. സരോജയ്ക്ക് അത് കേട്ട് വലിയ സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞ് അവർ കേൾക്കുന്നത്. പ്രവീണിനും വലിയ സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ അവർ കുടുംബമായി നേരെ സ്കൂളിലേക്ക് പോയി. വലിയ ജനക്കൂട്ടം തന്നെ റിസൾട്ട് അറിയാൻ അവിടുണ്ട്. ആ സമയമാണ് അവന്റെ അമ്മ അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരു ബാനറിൽ പ്രവീണിന്റെ ചിത്രം. അവനെ തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു, എടാ പ്രവീണെ, നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിന്നെ വല്ല കോപ്പി അടിച്ചും പിടിച്ചോ? ഇങ്ങനെ പബ്ലിക്കായി ഫോട്ടോ വെക്കാൻ മാത്രം. അപ്പോഴാണ് അടുത്തുനിന്നൊരു വ്യക്തി അത് കേട്ട് സരോജയോട് ഉച്ചയുയർത്തി പറഞ്ഞത്, നിങ്ങൾ എന്താ ചേച്ചി ചെയ്യുന്നേ? ആ പയ്യനെ ഇങ്ങനെ ചീത്ത പറയുന്നത് എന്തിനാ? ശരിക്കും നോക്ക്, അവൻ 9 റാങ്ക് കിട്ടിയിരിക്കുകയാ. അതിശയത്തോടെ അവരാ ബാനറിലേക്ക് ഫ്ലക്സിലേക്ക് ഒന്നുകൂടി നോക്കി. അവരുടെ മകൻ 1200-ൽ 1077 മാർക്ക് മേടിച്ച് 9ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. സന്തോഷത്തോടെ സരോജയുടെ കണ്ണു നിറഞ്ഞു. ഉണ്ണികൃഷ്ണനും വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു. സരോജ തന്റെ മകനെ ചേർത്തു പിടിച്ച് കണ്ണു നിറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചപ്പോ തന്റെ അഭിമാനം എങ്ങനെ അവനെ പറഞ്ഞറിയിക്കണമെന്നറിയാതെ ഉണ്ണികൃഷ്ണൻ എന്ന ആ ഒരു അച്ഛൻ, ആ ഒരു മനുഷ്യൻ മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞ് കഷ്ടപ്പെടുകയായിരുന്നു. ഒടുവിൽ നിറഞ്ഞ കണ്ണുകളോടെ പൂർണ്ണ അഭിമാനത്തോടെ അദ്ദേഹം തന്റെ മകന്റെ തോളിൽ കൈവച്ചു. ഒന്ന് തട്ടി. അതിൽ അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവനുമുണ്ടായിരുന്നു. പിന്നാലെ അവൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തി. കൂട്ടുകാർ സന്തോഷത്തോടെ അവനെ അങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തി. പിന്നാലെ ഒരു കൂട്ടുകാരൻ കനക അവനായി കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ കനകക്കടുത്തേക്ക് ചെന്നു. നിറക്കണ്ണുകളോടെ സന്തോഷത്തോടെ കനക പറഞ്ഞു, പ്രവീൺ, എനിക്കായി നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൾ ഐ ലവ് യു പറയാൻ തുടങ്ങുമ്പോഴേക്ക് പ്രവീൺ അവളെ തടഞ്ഞു. എനിക്ക് ഈ പ്രണയം വേണ്ട കനക എന്ന് പറഞ്ഞ് അവൻ അവൾക്കായിട്ടല്ല താൻ പഠിച്ച് ഈ റാങ്ക് വാങ്ങിയതെന്ന് സൂചിപ്പിച്ച് അവളോടായി കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കനക അന്ന് അവൻ പഠിച്ച് പാസ്സായാൽ അവനെ പ്രണയിക്കുമെന്ന് പറഞ്ഞ ദിവസം പ്രവീൺ ഒരുപാട് ആലോചിച്ചിരുന്നല്ലോ. അന്ന് രാത്രി കുടിച്ച് വീട്ടിലേക്ക് വന്ന അവന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ദിവസങ്ങൾക്ക് ശേഷം അവനെ പിടിച്ചിരുത്തി സംസാരിച്ചു. അവന്റെ അമ്മയെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനെപ്പറ്റി, അവരുടെ പ്രണയത്തെപ്പറ്റി, അവർക്ക് മകൻ ജനിച്ചപ്പോൾ, പ്രവീൺ ജനിച്ചപ്പോൾ അത്രമേൽ പ്രൗഡായതിനെപ്പറ്റി. പക്ഷേ പിന്നാലെയാണ് അദ്ദേഹം മനസ്സു തുറന്നത്. നിന്റെ അച്ഛൻ പഠിക്കാത്ത ഒരു മണ്ടനാണ്. എന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല. പഠിക്കാത്തവനെന്ന് പറഞ്ഞ് കുടുംബത്തിൽ പോലും എന്നെ ഒതുക്കി വെച്ചിരുന്നു. എന്നെ വിശ്വസിച്ച ഒരേ ഒരാള് നിന്റെ അമ്മ മാത്രമാണ്. എന്നെ വിശ്വസിച്ചുകൊണ്ട് അവളെ അവളുടെ കുടുംബത്തിൽ നിന്ന് ഒതുക്കി. ഒരു നേരം തിന്നാൻ പോലുമില്ലാണ്ട് ഞങ്ങള് തെരുവിലായി. ഒടുവില് അവളാണ് എന്നെ ഒരു ബേക്കറി കട ഉടമയാക്കിയത്. പക്ഷെ എന്നാലും ഒരു ബേക്കറി കട ഉടമയായിട്ടും എനിക്കാരും ഒരു റെസ്പെക്റ്റും തരാറില്ല. കാരണം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. കുടുംബത്തില് വിശേഷകാര്യങ്ങൾക്കൊരു പത്രികയടിച്ച അതിൽ പോലും എന്റെ പേര് വെക്കാറില്ല. അങ്ങനെ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ അപമാനമൊന്നും എനിക്ക് വലിയ കാര്യമല്ല പ്രവീൺ. പക്ഷേ എന്റെ കൂടെ ചേർന്ന് നിന്റെ അമ്മയും ആകെ അപമാനിക്കപ്പെടില്ലേ? അപ്പോഴാണ് എനിക്കത് താങ്ങാൻ പറ്റാത്തത്. അവൾ എന്നെ വിശ്വസിച്ചു വന്നതാ. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയി. ഇപ്പോ അവള് നിന്റെ മേലില് എല്ലാ വിശ്വാസവും വെച്ചിരിക്കുകയാണ്. നീയും എന്നെ പോലെ തോറ്റുപോകരുതടാ മോനെ. ഞാനിപ്പോ എന്താ ഇതൊക്കെ പറയുന്നേന്നറിയോ? തോറ്റുപോയൊരച്ഛനെ അറിയൂ. തന്റെ മോനും അതുപോലെ തോറ്റുപോകുമോ എന്ന് പേടിച്ചു പേടിച്ച് ജീവിക്കുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി. നിനക്ക് ആ അവസ്ഥ വരരുത് മോനെ. എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് പറഞ്ഞു തരാൻ ഞാനുണ്ട്. എന്താണേലും നമുക്ക് നോക്കാം. ഞാൻ നോക്കിക്കോളാം. പ്രവീണെ, നീ എന്നെ പോലെ ആയിത്തീരുമോ എന്ന പേടിയില്ല ഞാൻ എപ്പോഴും നിന്നെ ഒച്ചയെടുത്തോണ്ടിരുന്നത്. അല്ലാതെ നിന്നോട് സ്നേഹമൊന്നുമില്ലാഞ്ഞിട്ടല്ല. നിന്നെയും നിന്റെ അമ്മയെയും വിട്ട എനിക്ക് വേറെ ആരാടാ ഉള്ളത്? ഞാനും നിന്റെ അമ്മയും നിന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ലടാ. അത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കേട്ടിരുന്ന പ്രവീണും വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അവൻ ഓടിച്ചെന്ന് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അത്രയും കനകയോട് പറഞ്ഞ ശേഷം പ്രവീൺ തുടർന്നു പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ നീ എന്നെ റിജക്റ്റ് ചെയ്യുമായിരുന്നു കനക. പക്ഷേ എന്റെ പാരന്റ്സ് അവര് ചിലപ്പോ കുറച്ചു ദിവസത്തേക്ക് എന്നോട് സംസാരിക്കില്ലായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോ അവരെനിക്ക് വേണ്ടി അവിടെ തന്നെ കാണും. എക്സ്പെക്ടേഷൻസ് വെച്ചു വരുന്നത് പ്രണയമല്ല കനക. അതൊന്നും ഇല്ലാതെ രൂപപ്പെടുന്നതാണ് പ്രണയം.
സമയം നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. നീ കാരണമാണ് ഈ തിരിച്ചറിവുകളൊക്കെ എനിക്കുണ്ടായത്. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പ്രവീൺ അവിടെ നിന്ന് തിരികെ നടന്നു. തിരികെ എത്തുമ്പോ തന്റെ മകന്റെ പോസ്റ്ററിനടുത്ത് നിന്ന് അവന്റെ അമ്മ ഫോട്ടോ എടുക്കുകയാണ്. അച്ഛൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന തിരക്കിലും അവൻ അച്ഛനെ കൂടി വിളിച്ച് ഒന്നിച്ചു നിന്ന് ഒരു സെൽഫി അങ്ങ് എടുത്തു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.